ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ്. അതിനായിട്ട് ഒരു ചെറിയ കോളിഫ്ലവർ ഇതളുകളായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ഇതളുകളായിട്ട് നമ്മൾ അടർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ മസാല ഇതിലേക്ക് നല്ലോണം പിടിക്കുകയുള്ളൂ. ഓരോന്നും ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെറുതാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കണം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവറാണ്. എന്നാലും ഞാനതിലിപ്പോൾ കീടനാശിനികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കുറച്ചും കൂടിയും സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് ബോയിൽ ചെയ്യേണ്ട, തിളച്ചൊക്കെ ഇട്ടിട്ട് 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇതെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം ജസ്റ്റ് സാധാരണ ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് അത് ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് ഇതിൻ്റെ വൈറ്റ് കളർ മാറിയിട്ട് ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ലോണം ഉപ്പിടുകയാണെങ്കിൽ ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പ് പിടിക്കും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്, കടലമാവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ജസ്റ്റ് ഇതിൽ ഓൾറെഡി നമ്മളിപ്പോൾ തിളപ്പിച്ച കാരണം കുറച്ച് വെള്ളം ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മാവ് ബാറ്റർ നല്ലോണം അതിലേക്ക് പിടിക്കണ പോലെയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുക്കി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ മിക്സ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ മിക്സ് ഇങ്ങനെ പൊട്ടിപ്പോണ പോലെ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും പൊട്ടിപ്പോവില്ല. ഞാൻ മുമ്പ് ഒരു വട്ടം ഉണ്ടാക്കി അങ്ങനെ ഓൾറെഡി ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി ഫ്രൈ ചെയ്തപ്പോൾ അത് അതിൽ നിന്ന് പൊട്ടി അടർന്ന് പോവാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഞാനെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം അതിലേക്ക് മസാലകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സെങ്കിലും നിങ്ങളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ നല്ലോണം മസാല പിടിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇത് ഓരോന്ന് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ കുറയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പുകയാളിയ മണമൊക്കെ വരും. പിന്നെ ഇതിൻ്റെ മസാല ഒന്ന് നല്ലോണം ഫ്രൈ ആവണം, അല്ലെങ്കിൽ പച്ചച്ചുവ വരും. അതിനായിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി ഓരോ സൈഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് എല്ലാ സൈഡും മൊരിഞ്ഞ് വരാനായിട്ട് എടുക്കുക. ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർത്ത കാരണം കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. പിന്നെ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്താലും നല്ല ക്രഞ്ചി ഫീലിങ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ റവ ഉണ്ടെങ്കിൽ റവ ഒരു ടീസ്പൂണോളം
മിക്സ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇതിപ്പോൾ നല്ലോണം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അധികം റെഡ് കളർ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ റെഡ് കളറ്, അല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ കൂടുതലായിട്ട് റെഡ് കളർ കിട്ടും. ഞാനിവിടെ കളറൊന്നും ചേർക്കാത്ത കാരണമാണ് ഇങ്ങനൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ വട്ടം അത് ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കോൺഫ്ലോർ അതിൻ്റെ അടിയിൽ ബേസിലായിട്ട് വന്ന് കിടക്കും, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. എന്തെങ്കിലും അപ്പോൾ ഉപ്പോ മുളക് എന്തെങ്കിലും പുളിരസം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ക്രിസ്പിയാണ്. പിന്നെ ഉള്ളിൽ നമ്മുടെ കോളിഫ്ലവർ അത്രയ്ക്കും ക്രിസ്പി ആവില്ല, അതുകൊണ്ട് ഔട്ടർ ലെയർ ക്രിസ്പി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും